نستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أيها الناس أوصيكم وإياي أولا بتقوى الله. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും സന്ദർഭത്തിലും നമ്മുടെ രഹസ്യത്തിലും പരസ്യത്തിലുമൊക്കെ നമ്മെ നിയന്ത്രിക്കുന്ന, നമ്മെ സൃഷ്ടിച്ച, നമ്മെ പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങൾ അനുസരിച്ച് അവനെ ഭയപ്പെട്ടുകൊണ്ട് തഖ്വയോടുകൂടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണേ എന്ന് എന്നോട് ബാധ്യതയുള്ളതുപോലെ നിങ്ങളോടും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള മഹത്തായ സൗഭാഗ്യം, തൗഫീഖ് നമ്മൾക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിനെ റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് പഠിപ്പിച്ചിട്ടുള്ളത് അവന്റെ ഇഹപര ജീവിതത്തിൽ അവന് സംരക്ഷണമായിക്കൊണ്ടാണ്. എവിടെയും മനുഷ്യൻ പ്രയാസപ്പെടരുത്, നശിക്കരുത് എന്ന രീതിയിലാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഇസ്ലാമിന്റെ ഓരോ നിയമങ്ങളും പഠിപ്പിച്ചിട്ടുള്ളത്. അത് പരലോകത്തെ രക്ഷ എന്ന നിലയിൽ മാത്രമല്ല, മറിച്ച് ദുനിയാവിലും ഒരു വിശ്വാസി സുരക്ഷിതനായിരിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. അതിനുവേണ്ട എല്ലാ നിയമങ്ങളും ഈ ലോകത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ട്. ദീനിലൂടെയാണ് ഒരു വിശ്വാസി എങ്ങനെ സുരക്ഷിതനാകണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഇസ്ലാം നമ്മുടെ ഇബാദത്തുകൾ പഠിപ്പിക്കുന്നു, നമ്മുടെ പെരുമാറ്റ രീതികൾ പഠിപ്പിക്കുന്നു. അതിൻ്റെയൊക്കെ കൂടെ തന്നെ നമ്മളൊരു പ്രയാസത്തിൽ പെട്ടുപോകരുത് എന്ന രീതിയിലുള്ള എല്ലാ നന്മകളും എല്ലാ പ്രയാസങ്ങളിൽ നിന്നുമുള്ള കവചങ്ങളും ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, വയുഹില്ലു ലഹുമുത് തയ്യിബാത്ത്, വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് നല്ലതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കി തന്നിട്ടുണ്ട്. അതിനുശേഷം റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, വയുഹർരിമു അലൈഹിമുൽ ഖബാഇസ്, മോശമായത് എന്തുണ്ടോ, മ്ലേച്ഛമായത് എന്തുണ്ടോ, ഒരു വിശ്വാസി അതിൽ പെട്ടുപോയാൽ പ്രയാസപ്പെടുന്നത് എന്തുണ്ടോ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയിട്ടുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി ദുനിയാവിൽ നമ്മൾ പെടുമോ എന്ന് പേടിക്കുന്ന ഒരു കാര്യവുമില്ല. ഇസ്ലാം അതിനെ വിലക്കിയിട്ടുണ്ട്. നമ്മൾ ഇത് ചെയ്താൽ പ്രയാസമാകുമോ എന്ന് ഒരു വിഷയത്തിലും പേടിക്കേണ്ടതില്ല. ഇസ്ലാം അത് വിലക്കിയിട്ടുണ്ടോ ഇല്ലേ എന്ന് നോക്കിയാൽ മതി. ആ രീതിയിൽ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് പ്രയാസമുണ്ടാകുന്ന എല്ലാ മോശത്തരങ്ങളിൽ നിന്നും, എല്ലാ തിന്മകളിൽ നിന്നും, എല്ലാ വേണ്ടാത്തരങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിയമങ്ങളിലൂടെ സംരക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു മുസ്ലിം ആ സംരക്ഷിതനായിക്കൊണ്ട്, സുരക്ഷിതനായിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇസ്ലാമിന്റെ ശത്രുവായിട്ടുള്ള പിശാച്, ഇസ്ലാമിന്റെ ശത്രുക്കളായിട്ടുള്ള ആളുകൾ ആ മുസ്ലിമിനെ അവന്റെ സുരക്ഷിതമായ വഴിയിൽ നിന്ന് തെറ്റിക്കാനുള്ള പടികൾ ചെയ്തുകൊണ്ടിരിക്കും. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു, വലാ യസാലൂന യുഖാതിലൂനകും ഹത്താ യറുദ്ദൂകും അൻ ദീനികും ഇൻ ഇസ്തതാഉ, ഹത്താ യറുദ്ദൂകും അൻ ദീനികും. നമ്മൾ മുസ്ലിം ആയിരിക്കെ റബ്ബിന്റെ കൽപ്പനകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾക്കൊരു പ്രയാസവും ജീവിതത്തിൽ വരാനില്ല. സാമ്പത്തിക മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഒന്നും പ്രയാസമില്ല. നമ്മൾ റബ്ബിന്റെ നിയമങ്ങൾ അനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ. എന്നാൽ അതിൽ നിന്ന് നമ്മളെ തെറ്റിച്ചു കഴിഞ്ഞാൽ നമ്മൾ പല സ്ഥലങ്ങളിലും പ്രയാസപ്പെടും. ദുനിയാവിലും ആഖിറത്തിൽ ഉറപ്പായും നമ്മൾ പ്രയാസപ്പെടും.
അതിനുവേണ്ടി ഇസ്ലാമിന്റെ ശത്രുക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വലാ യസാലൂന യുഖാതിലൂനകും ഹത്താ യറുദ്ദൂകും അൻ ദീനിക്കും. നിങ്ങളുടെ ദീനിൽ നിന്ന് നിങ്ങൾ പുറത്തു പോകുന്നത് വരെ നിങ്ങളോട് അവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കും, അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾക്കെന്നല്ല മനുഷ്യർക്ക് മുഴുവനും ഭീഷണിയായി കൊണ്ടിരിക്കുന്ന, അവനെ അവന്റെ ദീനിൽ നിന്ന് പുറത്താക്കുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളിൽ നിന്നും അവന്റെ നിയമനിർദ്ദേശങ്ങളിൽ നിന്നും തെറ്റിച്ചു കളയുന്ന വലിയൊരു ഭീഷണി, ലഹരിയുടെ ഭീഷണിയിലാണ് നമ്മുടെ സമൂഹം ഇന്നുള്ളത്. ഇന്ന് ദൈനംദിനം പുതിയ പുതിയ വാർത്തകൾ പല രീതിയിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭീകരമായ മുഖങ്ങൾ പുതുതായി പലതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഓരോ ദിനത്തിലെ പത്രത്തിലും പുതിയ പുതിയ രീതിയിലുള്ള വാർത്തകളാണ് നമ്മൾ ലഹരി ഉപയോഗിക്കുന്നവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കളെ വധിക്കുന്നവർ മുതൽ അതിനപ്പുറത്ത് വളരെ നീചമായ രീതിയിലുള്ള, വികൃതമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യർ, ഈ ലഹരിക്കടിമയായ ആളുകൾ, അവരെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കളുടെ വിഷയത്തിൽ, ചെറിയ സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ വിഷയത്തിൽ പോലും പേടിക്കുന്ന അവസ്ഥ, UP സ്കൂളിലെ മക്കളുടെ വിഷയത്തിൽ പോലും മാതാപിതാക്കളും മറ്റും ഭയപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് ഇന്നത്തെ സമൂഹത്തെ ലഹരി എന്ന് പറയുന്ന ഭീഷണി അത് ബാധിച്ചിരിക്കുകയാണ്. ഒരിക്കൽ ഉപയോഗിച്ചാൽ മുമ്പൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ താല്പര്യം കാണിച്ചുകൊണ്ട് സമ്മതിച്ചുകൊണ്ടൊക്കെ ഉപയോഗിച്ചിട്ട് പലപ്പോഴും ലഹരിക്കടിമയാകുന്ന ആളുകളുണ്ട്. എന്നാൽ ഇന്ന് പലപ്പോഴും നിർബന്ധിച്ചുകൊണ്ടും അതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമില്ലാതെയും ഒക്കെ ചെറിയ മക്കൾ, അവരൊക്കെ അറിയാതെ മറ്റുള്ളവരുടെ പ്രേരണയാലൊക്കെ ഒരിക്കൽ ഉപയോഗിച്ചിട്ട് പിന്നീട് അതിൽ നിന്ന് മാറാൻ കഴിയാതെ അതിനടിമയാകുന്ന ഭീകരമായ അവസ്ഥകളൊക്കെ ഇന്ന് സമൂഹത്തിൽ ഉടലെടുക്കുന്ന, ഇന്ന് സമൂഹത്തിൽ കാണുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ വിശ്വാസി എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു അപകടത്തെ തൊട്ട് എത്രത്തോളം നമ്മെ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്, എത്രത്തോളം നാം ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് വിശ്വാസി എന്ന നിലക്ക് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാം അവതരിപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന സാഹചര്യം നമ്മൾ പലപ്പോഴും ആലോചിക്കും, ഇത്രയൊന്നും പ്രയാസമുണ്ടായിരുന്ന സാഹചര്യം ഇല്ലായിരുന്നു എന്ന്. എന്നാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ പ്രവാചകൻ ഇസ്ലാം പ്രബോധനം ചെയ്യുന്ന സാഹചര്യത്തിൽ അന്ന് സമൂഹത്തിൽ ലഹരി അവരുടെ സംസ്കാരമായിരുന്നു. അവരത്രത്തോളം ലഹരി ഉപയോഗിച്ചവരായിരുന്നു. മദ്യത്തിന് അടിമകളായിരുന്നു അവർ. പലപ്പോഴും അറബി കവിതകളിലൊക്കെ ഹംറിയാത്ത് എന്നാണ്, ആ മദ്യത്തെ കുറിച്ച് പുകഴ്ത്തുന്ന കവിതാ സമാഹാരങ്ങൾ അടക്കം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ അത്രത്തോളം മദ്യത്തിന് വഴങ്ങിയിരുന്ന, അത് ഒഴിവാക്കാൻ കഴിയാതിരുന്ന ആളുകൾ ഉണ്ടായിരുന്ന സമൂഹത്തിലേക്കാണ് ഇസ്ലാം വിശുദ്ധ ഖുർആൻ കൃത്യമായി കൊണ്ട് അതിനെ പരിഹരിച്ച് അതിന്റെ പ്രയാസങ്ങളിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിച്ചത് എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് അത്രയും അതിന് അഡിക്ഷൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ്, ലഹരിക്ക്, ഏത് ലഹരിയും അതിൽപ്പെടുന്നതാണ്, ലഹരിക്ക് അത്രയും അഡിക്ഷൻ ആയിരുന്ന ഒരു സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ സ്റ്റെപ്പായി കൊണ്ട് അവരെ മോചിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അതിന്റെ ഓരോ ഘട്ടങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യസ്അലൂനക അനിൽ ഖംർ, ഖംറിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആളുകൾ ചോദിച്ചു, മദ്യത്തെ കുറിച്ച് ചോദിച്ചു. ആദ്യത്തെ മറുപടി ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീറുൻ വ മനാഫിഉ ലിന്നാസ്, വലിയ തിന്മയാണത്, വലിയ ഉപദ്രവങ്ങൾ അതിലുണ്ട്. വ ഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ, ചില ഉപകാരങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം, പക്ഷേ അതിന്റെ ഉപദ്രവമാണ് കൂടുതലുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം പറയാണ്. അപ്പൊ കൃത്യമായി അതിനെ വിരോധിച്ചില്ല, അതിനെക്കുറിച്ച് ചില സൂചനകൾ നൽകി. ഇസ്ലാമിൽ ആദ്യമായി കൊണ്ട് അവർ സ്വീകരിച്ചു പോന്ന, ശീലിച്ചു പോന്ന ഒരു കാര്യത്തെ പെട്ടെന്ന് അങ്ങോട്ട് വിരോധിക്കല്ല ചെയ്യുന്നത്. അള്ളാഹു ഹിക്മത്തോടുകൂടെ ഹലാലുകൾ പഠിപ്പിക്കുന്നു, ഹറാമുകൾ പഠിപ്പിക്കുന്നു, സ്വർഗത്തെക്കുറിച്ച് ബോധിപ്പിക്കുന്നു, നരകത്തിന്റെ ഗൗരവം പഠിപ്പിക്കുന്നു. പിന്നീട് ഈ തിന്മ അവരിൽ നിന്ന് മാറ്റാൻ വേണ്ടി ഘട്ടം ഘട്ടമായി അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ വചനങ്ങൾ ഇറക്കുകയാണ്. വീണ്ടും സഹാബാക്കൾ വന്ന് ചോദിക്കുന്നു, ഈ വിഷയത്തിൽ എന്താണ്, കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ എന്താണ് അതിനുള്ള തീരുമാനം? അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ആയത്തിറക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖറബുസ് സ്വലാത വഅൻതും സുകാറ ഹത്താ തഅലമൂ മാ തഖൂലൂൻ. നിങ്ങൾ നമസ്കാരത്തിലേക്ക് വരുന്ന സമയത്ത് ലഹരി ഉപയോഗിക്കാൻ പാടില്ല. സുകാറയായിക്കൊണ്ട്, ലഹരി ബാധിച്ച ആളുകളായിക്കൊണ്ട് നിങ്ങൾ നിസ്കാരത്തിലേക്ക് വരരുത്. മറ്റുള്ള സമയങ്ങളിൽ നിന്ന് പുറമെ നിസ്കാരത്തിൽ നിങ്ങൾ ലഹരി ഉപയോഗിക്കാത്തവരായിട്ട് വരണം. ഹത്താ തഅലമൂ മാ തഖൂലൂൻ, നിങ്ങൾ നമസ്കാരത്തിൽ എന്താണ് ചൊല്ലുന്നത്, എന്താണ് പറയുന്നതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണം. ലഹരി ബാധിച്ച ആളുകളായിട്ട് നിങ്ങൾ നിസ്കാരത്തിലേക്ക് വരാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഈ ആയത്തിൽ വലിയൊരു ഗുണപാഠം കൂടുണ്ട്.
നിസ്കാരത്തിലേക്ക് ലഹരി ഉപയോഗിച്ച് വരരുത് എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ കൂടെ പറയുന്നു ഹത്താ തഅലമൂ മാ തഖൂലൂൻ. നിസ്കാരത്തിൽ എന്ത് പറയുന്നു എന്ന് നിങ്ങൾ അറിയാത്തൊരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവരുത്. നിങ്ങൾക്ക് ഉണ്ടാവണം, നിങ്ങൾ അറിയണം നിസ്കാരത്തിൽ എന്ത് പറയുന്നു എന്നുള്ളത്. ഇന്ന് ലഹരി ഉപയോഗിക്കാത്തവരാണ്, അല്ലെങ്കിൽ ലഹരിയുമായി ബന്ധപ്പെടാത്തവരാണ്, ബുദ്ധിയുള്ളവരാണ്, ബോധ്യമുള്ളവരാണ്, പക്ഷെ നമസ്കരിക്കാൻ വരുന്നു. പക്ഷേ അവർ നമസ്കരിക്കുന്ന സമയത്ത് എന്ത് ചൊല്ലുന്നു എന്ന് അറിയുന്നില്ല. ലഹരി ഉപയോഗിക്കാത്തവരായിട്ട് പോലും നിസ്കരിക്കാൻ വരുന്നു, നിസ്കരിക്കുന്നു, ചൊല്ലുന്നുണ്ട്. പക്ഷേ ചൊല്ലുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. മനസ്സ് പല സ്ഥലത്തുമായി പോകുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. എന്താണ് ചൊല്ലുന്നത് എന്ന് നമ്മൾ പഠിക്കുന്നില്ല. ലഹരിയുമായി ബന്ധപ്പെട്ട് അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ലഹരി ഉപയോഗിച്ച് നമസ്കരിക്കരുത്. കാരണം നിസ്കാരത്തിൽ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പൊ നമസ്കാരത്തിൽ എന്താണ് പറയുന്നത് എന്നൊരു വിശ്വാസി മനസ്സിലാക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. പിന്നീട് വീണ്ടും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന വന്നു. അടുത്ത ഘട്ടം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു. ഒരുപാട് തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയണം. മദ്യമുണ്ട്, ചൂതാട്ടമുണ്ട്, പ്രതിഷ്ഠകളുണ്ട്, പ്രശ്നം വെച്ച് നോക്കലുണ്ട്, എല്ലാം എടുത്തു പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു റിജ്സും മിൻ അമലി ശൈത്താൻ. അത് പിശാചിന്റെ വളരെ മോശമായ മ്ലേച്ഛമായ പ്രവർത്തനമാണ് ഈ ലഹരി ഉപയോഗം, മദ്യമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കാൻ. എന്നിട്ട് റബ്ബ് പറയുന്നു ഫഹൽ അൻതും മുൻതഹൂൻ, ഇനി നിങ്ങൾ നിർത്തണം, ഈ ലഹരി നിങ്ങൾ ഉപേക്ഷിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുകയാണ്. ഈ ആയത്തിറങ്ങുന്ന സമയത്ത് സ്വഹാബാക്കളിൽ അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിച്ച ആളുകളിൽ അവർ ഹലാലായ സമയമാണ്, ഹലാലായ കാര്യമാണ്. ഹലാലായ സമയത്ത് മുന്നിൽ ഒഴിച്ചു വെച്ചവരുണ്ട്, കുടിക്കാൻ വേണ്ടി പകുതി കുടിച്ച് പകുതി ഗ്ലാസ്സിൽ ബാക്കിയുള്ളവരുണ്ട്. ആയത്തിറങ്ങിയെന്നറിഞ്ഞപ്പോൾ ഇൻതഹൈന, ഞങ്ങൾ ഇത് അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനക്ക് സഹാബാക്കൾ മറുപടി പറയുകയാണ് ചെയ്തിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ എന്ന് വിളിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലഹരി ഹറാമാണ്, പൂർണ്ണമായും ഇജ്തനിബു, പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. ഇസ്ലാമിന്റെ കൽപ്പനകളും വിരോധനങ്ങളും തമ്മിൽ കുറച്ച് ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇസ്ലാമിൽ ഒരു കാര്യം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ചൊന്ന് ചെയ്തോക്കാം എന്ന ഒരു ഓപ്ഷൻ ഇസ്ലാം നൽകുന്നില്ല എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ നഹൈതുകും അൻഹു ഫജ്തനിബൂഹു. ഞാനൊരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിന്റെ അടുത്തേക്കേ പോകാൻ പാടില്ല. ഫജ്തനിബൂഹു, അതിനെ പൂർണ്ണമായി ഒഴിവാക്കണം. എന്നാലോ ഫമാ അമർതുകും ബിഹി ഫഫ്അലൂ മിൻഹു മസ്തതഅതും. ഞാനൊരു കാര്യം നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞാൽ അതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ക്യൂസ് ഉണ്ടാവാം. നിന്ന് നമസ്കരിക്കാൻ പറഞ്ഞാൽ പറ്റാത്തവർക്ക് ഇരുന്ന് നമസ്കരിക്കാം. യാത്രക്കാരനാണെങ്കിൽ അവർക്ക് ഇളവുകൾ ഉണ്ടാകും. ചെയ്യാൻ പറഞ്ഞതിൽ നിങ്ങൾ കഴിയുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. പക്ഷെ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യത്തിൽ ഒന്ന് ചെയ്തു നോക്കാം എന്നൊരു സാധ്യത നിങ്ങൾക്ക് ഇസ്ലാം നൽകുന്നില്ല എന്നുള്ളതാണ്. മാ നഹൈതുകും അൻഹു ഫജ്തനിബൂഹു, അത് പൂർണ്ണമായി നിങ്ങൾ ഒഴിവാക്കണം. എന്നാൽ വമാ അമർതുകും ബിഹി ഫഅ്തു മിൻഹു മസ്തതഅതും, മറ്റേ നിങ്ങൾക്ക് എങ്ങനെയാണോ കഴിയുന്നത് ആ കഴിയുന്നതിനനുസരിച്ച് നിങ്ങൾ ചെയ്യണം. എന്ന് പറഞ്ഞാൽ എക്സ്ക്യൂസ് പറഞ്ഞു പോകണമെന്നല്ല, നിർബന്ധമായും ഒരാൾക്ക് ഒഴിവാകേണ്ട സാഹചര്യം ഉള്ളതിൽ ഇളവുകൾ നൽകിയത് ഉപയോഗപ്പെടുത്താം എന്നാണ് കൽപ്പനകളുടെ വിഷയത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ ഒരു കാര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ചു കഴിഞ്ഞാൽ അത് തൊട്ടു നോക്കാനുള്ള അനുവാദം ഇസ്ലാമിൽ നൽകുന്നില്ല. കാരണം പിന്നീട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രയാസമാകും. അതുകൊണ്ടാണ് തുടങ്ങി വെക്കേ ചെയ്യരുത് എന്നുള്ളത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എല്ലാ തിന്മയും അങ്ങനെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ച ഏത് തിന്മയും അങ്ങനെയാണ്. അത് അവന്റെ ലൈംഗിക ജീവിതവുമായി ബന്ധപ്പെട്ട തിന്മകളാണെങ്കിലും, ലഹരിയുമായി ബന്ധപ്പെട്ടതാണെങ്കിലും, സാമ്പത്തികമായി ബന്ധപ്പെട്ടതാണെങ്കിലും, തുടങ്ങിക്കഴിഞ്ഞാൽ ഉപേക്ഷിക്കാൻ പ്രയാസപ്പെടും മനുഷ്യൻ. അതുകൊണ്ടാണ് ഞാൻ എന്ത് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ വഹീ മുഖേന നിങ്ങൾക്ക് നിരോധിച്ചോ അത് നിങ്ങൾ അതിലേക്ക് അടുക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. ലഹരിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ചെറിയൊരു നുള്ള്, അത് വളരെ കുറച്ചല്ലേ എന്ന് പറയും, മക്കളുടെ വായിലേക്ക് അല്ലെങ്കിൽ അവരുടെ ശരീരത്തിലേക്ക് മുറിവുകളിലൂടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവയവത്തിലൂടെയൊക്കെ അവരെ ആസ്വദിപ്പിക്കാൻ പലരും അതിന്റെ മാഫിയകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതവർക്ക് ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു നേരം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പലപ്പോഴും അവർ പ്രയാസപ്പെടുന്നു. ആരും ഇത് തുടങ്ങി വെക്കാൻ ഞാൻ നശിച്ചു പോകണം എന്നുള്ള വിചാരത്തിലല്ല. എന്തൊരാസ്വാദനായിരിക്കും അത്. പലരും ഇത് വലിയ സംഭവമാണെന്ന് പറയുന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കാത്ത ഒരു ആസ്വാദനം അനുഭവിച്ചു നോക്കട്ടെ, ഞാനിത് പിന്മാറും, ഞാൻ നശിക്കണം എന്ന് വിചാരിച്ചിട്ട് ആരും തുടങ്ങാറില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അതിലേക്ക് അടുക്കരുത്. അടുത്താൽ പിന്നെ ഒരു കുഴിയിലേക്ക് കാലെടുത്ത് വെച്ചതുപോലെ അടുത്ത സ്റ്റെപ്പ് തിരിച്ചു വെക്കാൻ ഒരുപക്ഷെ അവരെ കൊണ്ട് സാധിച്ചു കൊള്ളുന്നില്ല. അത്രയും സാധ്യത കുറവുള്ളതാണ് തിന്മകൾ. അതിലേറ്റവും ഗൗരവമുള്ളതാണ്
ഈ ലഹരി എന്ന് പറയുന്നത്, മദ്യം എന്ന് പറയുന്നത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്തുകളിലൂടെ, ഹദീസുകളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതിന് ഒരുപാട് പ്രേരണകൾ നൽകുന്ന രീതിയിലാണ് ഇന്ന് പിശാച്, ഇസ്ലാമിന്റെ ശത്രുക്കളായിട്ടുള്ള ആളുകൾ, റബ്ബിനെ ധിക്കരിക്കുന്നവർ ഇതിനു വേണ്ടി പണിയെടുക്കുന്നത്. പണ്ടത്തെ പോലെ ഗന്ധമില്ല, പണ്ടത്തെ പോലെ അവരുടെ ശരീരത്തിൽ അതിന്റെ അടയാളങ്ങൾ കാണൂല, അവർ ക്ഷീണിതരാവില്ല. മറിച്ച് അതിനപ്പുറത്ത് അവർ കൂടുതൽ ശക്തരായി മാറുന്ന, ഊർജ്ജസ്വലരായി മാറുന്ന അവസ്ഥ ഈ ലഹരികൾ കൊണ്ടുണ്ടാകുന്നു. പിന്നീട് അത് അവരെ പാടെ നശിപ്പിക്കുന്ന, ഏറെ പെട്ടെന്ന് അവർ നശിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് ഇന്നത്തെ ലഹരികൾ, സിന്തറ്റിക് ലഹരികളൊക്കെ ആ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഇന്ന് സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിന്റെ കൽപ്പന ഈ വിഷയത്തിൽ കൃത്യമായി നമ്മുടെ മക്കളെ, നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ പെൺമക്കളെ എല്ലാവരെയും ഈ വിഷയത്തിൽ ബോധവാന്മാരാക്കേണ്ടതുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് വിശദീകരണം ഈ വിഷയത്തിൽ നൽകിയിട്ടുണ്ട്. കാരണം ഇത് നശിപ്പിക്കുന്നതാണ്. ഇസ്ലാം ഏതൊരു കാര്യം ഹറാമാക്കുന്നുണ്ടോ അത് നമ്മൾക്ക് പ്രയാസമുണ്ടെങ്കിൽ മാത്രമേ ഹറാമാക്കുന്നുള്ളൂ. ഉപദ്രവമുള്ളത് മാത്രമാണ് ഇസ്ലാം വിരോധിക്കുന്നത്. നമ്മൾ അതിനെ കൊണ്ട് പ്രയാസപ്പെടും, നമ്മൾ അതിനെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടും. അതാണ് ഈ വിഷയത്തിൽ ഒരുപാട് മാതാപിതാക്കൾ, ഒരുപാട് ഉമ്മമാർ ഇന്ന് വേദനിക്കുന്നുണ്ട്, കരയുന്നുണ്ട്. പുറത്തു വരുന്ന കണക്കുകൾ പിടിക്കപ്പെടുന്നത് മാത്രമാണ്. അതിനപ്പുറത്ത് ഒരുപാട് കണക്കുകൾ ഇന്ന് ഈ അപകടത്തിൽപ്പെട്ട, വലയത്തിൽപ്പെട്ട മക്കളുടെ, സഹോദരങ്ങളുടെ, മാതാപിതാക്കളുടെ ഒക്കെ കണക്കുകൾ ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ സമൂഹത്തിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുല്ലു മുസ്കിരിൻ ഹംറുൻ. നമ്മളിവിടെ ഹംറിനെ കുറിച്ചാണ് ആയത്തിറങ്ങിയത്. അതുകൊണ്ട് അതിൽ മദ്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇതൊന്നും ഇല്ലാന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാൾ വരെ ഈ ലോകത്തേക്ക് കടന്നു വരുന്ന എല്ലാ ലഹരിയും ഹറാമാണെന്ന് കൃത്യമായി പഠിപ്പിച്ചു. കുല്ലു മുസ്കിരിൻ ഹംറുൻ, എല്ലാ ലഹരിയും ഹംറാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വകുല്ലു മുസ്കിരിൻ ഹറാമുൻ, ഏതൊക്കെ ലഹരി ഉണ്ടോ അതെല്ലാം ഹറാമാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹംർ എന്ന് പറഞ്ഞാൽ മറച്ചു കളയുന്നത്, മൂടിക്കളയുന്നത് എന്നൊക്കെയാണ്. അവന്റെ ശരിയായ ബുദ്ധിയെ എന്തും ചെയ്യാൻ അവനെ പ്രേരിപ്പിക്കുന്ന, ഏത് തിന്മക്കും അവനെ പ്രേരിപ്പിക്കുന്നതാണ് ഹംർ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഏത് ലഹരിയും ഹറാമാണ്. കുല്ലു മുസ്കിരിൻ ഹറാം, കുല്ലു മുസ്കിരിൻ ഹംറുൻ, എല്ലാ മുസ്കിറും ഹംറാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുറച്ചൊന്നും ഉപയോഗിച്ചാലോ, അത് അത്രയൊന്നുമില്ല, വളരെ കുറച്ചാണെങ്കിലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനും വിശദീകരണം നൽകുന്നുണ്ട്. മാ അസ്കറ കതീറുഹു ഖലീലുഹു ഹറാം, കൂടുതൽ ഉപയോഗിച്ചത് ലഹരി ഉണ്ടാക്കുന്നതാണെങ്കിൽ അത് കുറച്ചുപയോഗിച്ചാലും അത് ഹറാമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസുകളിൽ നമ്മൾക്ക് കാണാൻ കഴിയും. ഒരുപാട് രോഗങ്ങൾ ഉണ്ടാക്കുന്ന, വാഹനാപകടങ്ങൾ ഉണ്ടാക്കുന്ന, കുടുംബത്തിൽ ശൈഥില്യങ്ങൾ ഉണ്ടാക്കുന്ന, കൊള്ള നടത്തുന്ന, കവർച്ച നടത്തുന്ന, പരസ്പരം ദേഷ്യമുണ്ടാക്കുന്ന, പരസ്പരം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി ഉണ്ടാക്കുന്ന, കൊലയുണ്ടാക്കുന്ന നാശങ്ങൾ മാത്രമാണ് ഇതുകൊണ്ടുള്ളത് എന്നാണ് നമ്മൾ കണ്ടു മനസ്സിലാക്കിയതും വിശുദ്ധ ഖുർആൻ അത് കൃത്യമായി പഠിപ്പിക്കുന്നതും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയിൽ നമ്മളെ പഠിപ്പിക്കുന്നു, ഇന്നമാ യുരീദു ശൈത്താനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവതു വൽ ബഗ്ളാഉ ഫിൽ ഖംറി വൽ മൈസിർ. ഖംറിലൂടെ, ലഹരിയിലൂടെ, മദ്യത്തിലൂടെ നിങ്ങളിൽ ബഗ്ളാ ഉണ്ടാക്കുന്നു, പരസ്പരം ദേഷ്യമുണ്ടാക്കുന്നു, അതേപോലെ തന്നെ അദാവത്ത് ഉണ്ടാക്കുന്നു, പരസ്പരം ശത്രുതയുണ്ടാക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. സ്വയം തന്നെ പിന്നീട് വളരെ പെട്ടെന്ന് നശിച്ചു പോകുന്ന നമ്മുടെ യുവാക്കളൊക്കെ ഇതെന്തോ ഒരു ആസ്വാദനമാണെന്ന് പറഞ്ഞ് ആ ആസ്വാദനം ആസ്വദിക്കാൻ തുടങ്ങുകയും ഒരിക്കൽ കിട്ടിയാൽ പിന്നെ ഉറക്കണ്ടാവില്ല. ഉറങ്ങാൻ കഴിയാത്തവർ പിന്നീട് വീണ്ടും വീണ്ടും ഉറങ്ങാതിരിക്കാൻ വേണ്ടി, ആ എനർജി അവർക്ക് കിട്ടാൻ വേണ്ടി വീണ്ടും വീണ്ടും ഉപയോഗിക്കുകയും ശരീരം പെട്ടെന്ന് തന്നെ നശിക്കുകയും മരണത്തിലേക്ക് എത്തുകയും ചെയ്യുന്ന അവസ്ഥ ഇന്നത്തെ യുവ തലമുറക്ക് ഉണ്ടാവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലാ തഖ്തുലു അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ നശിക്കാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവ കഥയുണ്ട്. ഇമാം നസാഇ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ചരിത്രം നമ്മൾക്ക് കാണാൻ കഴിയും. ഒരു ആബിദായിട്ടുള്ള ഒരു മനുഷ്യൻ, ഒരു ആബിദായ, നന്നായി സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ ഒരു ദുഷ്ടയായിട്ടുള്ള ഒരു സ്ത്രീ ആ മനുഷ്യന്റെ വിഷയത്തിൽ ആകൃഷ്ടനായി, അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തെ അവരുടെ വീട്ടിലേക്ക് സാക്ഷി പറയാനാണെന്ന രീതിയിൽ വിളിച്ചു കൊണ്ടുവന്നു. എന്നാൽ അവർ വിളിച്ചു കൊണ്ടുപോയത് സാക്ഷി പറയാനായിരുന്നില്ല, മറിച്ച് അവരെ ഉപയോഗപ്പെടുത്താനായിരുന്നു. 3 കാര്യങ്ങൾ ആ മനുഷ്യന്റെ മുന്നിൽ വെച്ചു. ഒന്ന്, ഒരു മദ്യം വിളമ്പിയ കുപ്പിയാണ്, അല്ലെങ്കിൽ മദ്യം വിളമ്പിയ കോപ്പയാണ് അവരുടെ മുന്നിൽ വെച്ചത്. രണ്ടാമത് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഭൃത്യനാണ്. മൂന്നാമത് ആ സ്ത്രീ തന്നെയാണ്. അവർ പറഞ്ഞു, ഈ 3-ൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സ്വീകരിക്കണം. ഒന്നുകിൽ ഈ മദ്യം നിങ്ങൾ കുടിക്കണം, അല്ലെങ്കിൽ ഈ കുട്ടിയെ നിങ്ങൾ കൊല്ലണം
അല്ലെങ്കിൽ എന്നെ നിങ്ങൾ വ്യഭിചരിക്കണമെന്ന് ആ സ്ത്രീ പറഞ്ഞപ്പോ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ നാട്ടുകാർക്കിടയിൽ വെച്ച് വഷളാക്കും നിങ്ങൾ എന്റെ വീട്ടിൽ വന്നതിന് എന്ന് ആ സ്ത്രീ പറഞ്ഞപ്പോ, ഉള്ളതിൽ ഏറ്റവും ശക്തി കുറഞ്ഞത് എന്ന് മനസ്സിലാക്കിയ ആ മനുഷ്യൻ ആ മദ്യം കുടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വ്യഭിചാരത്തിൽ നിന്നൊഴിവായി, കൊലയിൽ നിന്നൊഴിവായി ആ മദ്യം അയാൾ സേവിച്ചു. പക്ഷെ ഒരിക്കൽ സേവിച്ചപ്പോൾ വീണ്ടും വീണ്ടും അയാൾ ചോദിക്കുകയും കൂടുതൽ മദ്യം കഴിക്കുകയും അതിലൂടെ ആ സ്ത്രീയെ വ്യഭിചാരം ചെയ്യുന്നതിലേക്ക് എത്തുകയും അതിനെ തടുത്ത ആ കുട്ടിയെ കൊല ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിയെന്നാണ്. ഒരു ലഹരി അത് എത്രത്തോളം മനുഷ്യനെ തിന്മകൾ ചെയ്യിപ്പിക്കുമെന്നതിനുള്ള ഉദാഹരണമാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഈ ചരിത്രത്തിലൂടെ, ഈ സംഭവത്തിലൂടെ നസാഇ റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്തും ചെയ്യാൻ ഒരു മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ലഹരിയാണ് ഇന്ന് സമൂഹത്തെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നത്. മക്കളിലൂടെ 1.5 വർഷത്തിനിടക്ക് 4000 ചില്ലാനം കുട്ടികളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഡി അഡിക്ഷൻ സെന്ററിൽ 4000 ചില്ലാനം എന്ന് പറഞ്ഞാൽ 2-3 സ്കൂളുകളിലുള്ള മുഴുവൻ കുട്ടികളുടെ കണക്ക് ഏകദേശം നമ്മുടെ നാട്ടിലുള്ള സ്കൂളുകളെ കണക്കൂട്ടിയുണ്ടാവും. അത്രയും കുട്ടികൾ 1.5 വർഷത്തിനുള്ളിൽ ഡി അഡിക്ഷൻ സെന്ററുകളിൽ അവർ വന്ന് അവരുടെ അഡിക്ഷൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വന്നു എന്ന കണക്കാണ് പുറത്തു വരുന്നത്. പുറത്തു വന്ന കണക്കാണ്. ഇത്രയും മക്കൾ, ചെറിയ കുട്ടികൾ ഇതിന് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ വലിയ മാഫിയ ഈ ലോകത്ത് ഈ ഒരു ലഹരിക്കു വേണ്ടി അതിനെ കാടുകളെ പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ബോധ്യം മുസ്ലിം എന്ന നിലയ്ക്ക്, ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിയവരെന്ന നിലയ്ക്ക് നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട്. അവരെ ഇങ്ങനെയുള്ള അപരിചിതരായ ആളുകളിൽ നിന്ന്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വസ്തുക്കൾ തൽക്കാലം ഒന്ന് ഉപയോഗിച്ചു നോക്കൂ എന്ന് പറയുന്നവരിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. പെൺമക്കളടക്കം ഇതിന്റെ ഇരകളാണെന്ന ബോധ്യം നമ്മൾക്കുണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി, വളരെ ബോധ്യത്തോടുകൂടെ, വളരെ സൂക്ഷ്മതയോടുകൂടെ ഇവിടെയുള്ള പ്രയാസങ്ങളിൽ നിന്നും പരലോകത്തെ ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷ നേടുന്ന രീതിയിലുള്ള ജീവിതം നയിക്കാൻ നമ്മൾക്ക് എവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഊസികും വഇയ്യായ താനിയം ബിത്തഖ്വല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മൾക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനം സൂചിപ്പിച്ച ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ സംഭവം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഷയം കൃത്യമായി ഹദീസുകളിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ലാ തശ്റബിൽ ഖംറ ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർറിൻ. എല്ലാ തിന്മയിലേക്കും എത്തിക്കുന്ന താക്കോലാണ് മദ്യം, ലഹരി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കണം. അതുകൊണ്ട് തന്നെ അത് വിളമ്പുന്ന സദസ്സിൽ പോലും കുടിക്കരുതെന്നല്ല, വിളമ്പുന്ന സദസ്സിൽ പോലും ഒരു വിശ്വാസി ഉണ്ടാകരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫലാ യജ്ലിസ്. അവൻ ഇരിക്കുക തന്നെ ചെയ്യരുത് അവിടെ ഹംർ വിളമ്പുന്ന സദസ്സാണെങ്കിൽ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട എല്ലാ വിഭാഗം ആളുകൾക്കും അള്ളാഹുവിന്റെ റസൂലിന്റെ ശാപമുണ്ട് എന്നത് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഖംരി 10 വിഭാഗം ആളുകളെയാണ് ലഹരിയുമായി ബന്ധപ്പെട്ട്, മദ്യവുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചത് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന കാണാൻ കഴിയും. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹയെ പോലെ, അതേപോലെ തന്നെ ഇബ്നു ഹജർ അൽ ഹൈതമി അശ്ശാഫിഈ റഹിമഹുല്ലാഹയെ പോലെയുള്ള ആളുകൾ മദ്യം ഹറാമാണെങ്കിൽ അതിനേക്കാൾ ഗൗരവമുള്ള, അതിനേക്കാൾ അപകടകാരിയായിട്ടുള്ള മയക്കുമരുന്നുകൾ അത് കൂടുതൽ ഹറാമാണ് എന്ന് ഈ ഹദീസുകളുടെയും ആയത്തിന്റെയും അടിസ്ഥാനത്തിൽ വിവരിക്കുന്നുണ്ട്. ഹദീസിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും ചെയ്തു, കുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും ഹറാമാണ് എന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 10 വിഭാഗം ആളുകളെ ഈ വിഷയത്തിൽ ശപിച്ചതായി നമ്മൾക്ക് കാണാൻ കഴിയും. ഒന്ന് ആസിറഹ വ മുഅ്തസിറഹ. ഒന്ന്, ആരാണോ ആ ലഹരി ഉണ്ടാക്കുന്നത്, മദ്യം ഉണ്ടാക്കുന്നത്, ആ ലഹരി ഉണ്ടാക്കുന്ന വ്യക്തി, അവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു, അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. ആർക്കു വേണ്ടിയാണോ ഉണ്ടാക്കുന്നത് അവരെയും ശപിച്ചിരിക്കുന്നു. വശാരിബഹ വഹാമിലഹ. അത് കുടിക്കുന്നവർ, അത് വഹിച്ചു കൊണ്ടുപോകുന്നവർ. വൽ മഹ്മൂലത ഇലൈഹി. ആർക്കു വേണ്ടിയാണോ ആ മദ്യം കൊടുക്കപ്പെടുന്നത് ആ വിഭാഗം ആളുകൾ. വസാഖിയഹ. അത് കുടിപ്പിക്കുന്ന ആളുകൾ. വബായിഅഹ. അത് വിൽക്കുന്ന ആളുകൾ. വആകില തമനിഹ. അത് വിറ്റിട്ട് അതിന്റെ കാശ് ഉപയോഗിക്കുന്ന ആളുകൾ, അതിന്റെ കച്ചവടക്കാരൻ, ബിസിനസ്സുകാരൻ. വൽ മുസ്തരിയ ലഹ. അത് വാങ്ങുന്ന ആളുകൾ. വൽ മുസ്തറാത ലഹു. ആർക്കു വേണ്ടിയാണോ വാങ്ങുന്നത് ആ വാങ്ങുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ആ ചങ്ങലയിലുള്ള എല്ലാ വിഭാഗം ആളുകളും, കുടിക്കുന്നവരും കുടിപ്പിക്കുന്നവരും വാങ്ങുന്നവരും കൊണ്ടു കൊടുക്കുന്നവരും വാങ്ങി കുടിക്കുന്നവരും അതിന്റെ ബിസിനസ് ചെയ്യുന്നവരും എല്ലാവരും
അള്ളാഹുവിന്റെ റസൂലിന്റെ ശാപമുള്ളവരാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചത് നമ്മൾക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അത്രയും ഗൗരവമുള്ള വിഷയമായിട്ടാണ് 40 ദിവസത്തെ നമസ്കാരം അവൻ്റെത് പാഴായി പോകുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മൻ ശരിബ മുസ്കിറൻ, ഒരാൾ മുസ്കിർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ലഹരി ഉപയോഗിച്ചാൽ ബുഖിസത്ത് സലാത്തുഹു 40 സബാഹ, 40 ദിവസത്തെ അവന്റെ നമസ്കാരം അത് പാഴായി പോകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മൾക്ക് കാണാൻ കഴിയും. ലം യഖ്ബലില്ലാഹു മിൻഹു സ്വലാത 40 യൗമ വഇൻ മാത വഹിയ ഫീ ബത്നിഹി മാത മീഅതൻ ജാഹിലിയ. വയറ്റിൽ ലഹരിയുള്ള അവസ്ഥയിൽ ഒരാൾ മരണപ്പെട്ടാൽ ജാഹിലിയത്തിൽ ഒരാൾ മരണപ്പെടുന്നത് പോലെയാണത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മൾക്ക് കാണാൻ കഴിയും. ലോകം അവസാനിക്കുന്നതിന്റെ അടയാളങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ മദ്യം, അത് വയുശ്റബൽ ഖംറു, അത് കൂടുതലായി കൊണ്ട് കുടിക്കപ്പെടുന്നത് ലോകം അവസാനിക്കുന്നതിന്റെ അടയാളമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ലാ യദ്ഖുലുൽ ജന്നത മുദ്മിനു ഖംറിൻ, മദ്യം കുടിക്കുന്നവൻ, അതിന്റെ അഡിക്ഷൻ ആയിട്ടുള്ളവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമ്മൾക്കുള്ള പരിഹാരം എന്നത് ദീനാണ്. എത്രയും അതിന് അഡിക്ഷൻ ആയിട്ടുള്ള ഒരു സമൂഹത്തെ രക്ഷിച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർആനാണ്. അള്ളാഹുവിനെ കുറിച്ച് തിരിച്ചറിയലാണ്. ഇത് താൽക്കാലികമായ ലോകമാണെന്നുള്ള ബോധ്യമാണ്. ഇനി വരാനുള്ളതാണ് യഥാർത്ഥ ജീവിതം എന്ന ബോധ്യമാണ്. ഇവിടെ ആരാണോ അള്ളാഹിനെ ഭയപ്പെട്ട് നമ്മുടെ ഇച്ഛകൾ ആരാണോ പിടിച്ചു വെക്കുന്നത് അവർക്ക് ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വ, അവിടെ സ്വർഗത്തിൽ എല്ലാ അനുഭൂതികളും ഉണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇപ്പൊ അടുത്ത് നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ കണ്ടു, വർഷങ്ങളായി ഇതിന് അഡിക്ഷനായ ഒരു മനുഷ്യൻ തിരിച്ചറിവിലൂടെ അദ്ദേഹത്തിന് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചു എന്ന് തുറന്നു പറയുന്ന, പിന്നീട് അതിന്റെ പേരിൽ പല പ്രയാസങ്ങളൊക്കെ നേരിട്ട ഒരു യുവാവിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ തിരിച്ചറിവിലേക്ക് വിശ്വാസി എത്തുക എന്നതാണ് ഒരു വിശ്വാസിക്കുണ്ടാവേണ്ടത്. എല്ലാ ലഹരികളും എന്ന് പറഞ്ഞാൽ പുകവലി മുതൽ ഏത് ലഹരി ഒരു മനുഷ്യന്റെ ജീവിതത്തിലുണ്ടോ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയതാണെന്നുള്ള ബോധ്യം നമ്മൾക്കുണ്ടാകേണ്ടതുണ്ട്. പല പേരുകളിൽ പറഞ്ഞതുകൊണ്ടോ പല രൂപങ്ങൾ സ്വീകരിച്ചത് കൊണ്ടോ ഹലാലാകുന്നില്ല. കുല്ലു മുസ്കിരിൻ, ഏത് ലഹരിയുണ്ടോ അത് എത്ര ചെറുതാണോ, ഖലീലുഹു അല്ലെങ്കിൽ കതീറുഹു, എത്ര കൂടുതലാണോ കുറവാണോ, അതെല്ലാം ഹറാമാണെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അത് നാം നശിക്കാതിരിക്കാനാണ്, നമ്മുടെ കുടുംബം നശിക്കാതിരിക്കാനാണ്, നമ്മുടെ ജീവിതം, നമ്മുടെ പരലോകം നശിക്കാതിരിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ര ഗൗരവത്തിൽ പഠിപ്പിക്കുന്നത്. അവസാനമായി സൂചിപ്പിക്കാനുള്ളത് ശഅബാൻ മാസവുമായി ബന്ധപ്പെട്ട്, ശഅബാനിന്റെ ഏകദേശം മധ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാനുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ച കാര്യങ്ങൾ കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ പലപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത ചില കാര്യങ്ങൾ. ശഅബാനിൽ ആളുകൾ അശ്രദ്ധയിലാകരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ നോമ്പ് നോറ്റ മാസമാണ്, അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ് എന്നൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതിന്റെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ശഅബാനിന്റെ പകുതി വരുന്ന 15 ബന്ധപ്പെട്ട പല പ്രവർത്തനങ്ങളും നമ്മുടെ നാടുകളിൽ അല്ലെങ്കിൽ ലോകത്തുടനീളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെതിരായി ഉള്ള കാര്യങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയും. ഒന്ന്, ശഅബാനിന്റെ ഒരു ദുർബലമായ ഹദീസ് എന്ന് പറഞ്ഞാൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു ഹദീസിൽ നമ്മൾക്ക് കാണാം, ഇദാ കാനത്ത് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ ഫഖൂമു ലൈലഹാ വസൂമു നഹാറഹാ. ശഅബാനിന്റെ പകുതിയായി കഴിഞ്ഞാൽ രാത്രി നിന്ന് നമസ്കരിക്കുക, പകലിൽ നോമ്പെടുക്കുക എന്ന ഹദീസ് ദുർബലമാണ് എന്നത് ഏറെ ഗൗരവത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു പ്രവർത്തനം അത് നരകത്തിലേക്കാണ്. കുല്ലു ബിദ്അത്തിൻ ദലാല, അത് വഴികേടാണ്. വകുല്ലു ദലാലത്തിൻ ഫിന്നാർ, അത് നരകത്തിലാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇനി ഒരാള് 13, 14, 15 നോമ്പെടുക്കുന്ന ആളാണെങ്കിൽ ആ നിയത്തിൽ ആ നോമ്പെന്ന നിലക്ക് അയാൾക്ക് എടുക്കാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ ഒരു പ്രത്യേകമായ 15ന്റെ നോമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല. ഇനി ശഅബാനിൽ കുറെ നോമ്പെടുക്കാൻ വിചാരിച്ച ഒരാളാണ്, അയാൾ കുറെ നോമ്പെടുക്കുന്നുണ്ട്, അതിന്റെ കൂടെ അതും കൂടെ വന്നു, എന്നാൽ കുഴപ്പമില്ല. അല്ലാതെ 15ന്റെ ഒരു നോമ്പ്, ഒരു ഖറാഅത്ത് നോമ്പ് എന്ന രീതിയിലുള്ള നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അതേപോലെ തന്നെ സ്വലാത്തുൽ അൽഫിയ, സോഷ്യൽ മീഡിയകളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കുറെ റീലുകളും കുറെ വീഡിയോകളൊക്കെ നമ്മൾക്ക് കാണാൻ കഴിയും. സ്വലാത്തുൽ അൽഫിയ എന്ന പേരിൽ 100 റക്അത്ത് നമസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ഇമാം അൻ-നവവി റഹിമഹുല്ലാഹ്, ശാഫിഈ മദ്ഹബിലെ 2ാം ശാഫിഈ എന്നറിയപ്പെടുന്ന മഹാനായ പണ്ഡിതനാണ് ഇമാം അൻ-നവവി റഹിമഹുല്ലാഹ്. അദ്ദേഹം പറയുന്ന ചെറിയൊരു വാചകം കൂടെ സൂചിപ്പിക്കാം. വസലാത്തു ലൈലത്തി നിസ്ഫി ശഅബാൻ, ശഅബാനിന്റെ പകുതിയിലുള്ള രാത്രിയിലുള്ള നമസ്കാരം 100 റക്അത്തായിട്ടാണ് നമസ്കരിക്കുന്നത്. ആ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞത് മറ്റൊരു നമസ്കാരം കൂടെ കൂട്ടിയിട്ട് അദ്ദേഹം പറയാണ്, ബിദ്അത്താനി മുൻകറാനി ഖബീഹത്താനി, അത് ബിദ്അത്താണ്, മുൻകർ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കേണ്ടതാണ്, ഖബീഹത്ത് എന്ന് പറഞ്ഞാൽ വളരെ മോശമായ
ഒരു കടത്തിക്കൂട്ടിയ പ്രവർത്തനമാണത് എന്ന് ഇമാം നവവി റഹിമഹുല്ല പറയുന്നത് കാണാൻ കഴിയും. പ്രത്യേകമായി യാസീൻ ഓതണം എന്ന് പറയുന്നവരുണ്ട്, ആഘോഷമായിട്ട് അതിനെ സ്വീകരിക്കുന്നവരുണ്ട്. ഇതൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല. രണ്ടാഘോഷങ്ങൾ മാത്രമാണ് ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് അനുവദിച്ചു തന്നിട്ടുള്ളത്. 6 റക്അത്ത് നമസ്കാരം, അതിനെക്കുറിച്ചും പലപ്പോഴും ആളുകൾ പറയാറുണ്ട്. അതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. നമ്മൾക്ക് അള്ളാഹുവിന്റെ മഗ്ഫിറത്തും അള്ളാഹുവിൽ നിന്ന് രക്ഷയും ലഭിക്കണമെങ്കിൽ ഒരേ ഒരു മാർഗം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കുക മാത്രമാണ്. എല്ലാവരും പല വിഭാഗങ്ങളായി തീർന്നാൽ അവരൊക്കെ കുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദ, എല്ലാവരും നരകത്തിലാകും ഒരു വിഭാഗം ഒഴികെ എന്ന് ചോദിച്ചപ്പോൾ ആരാണവർ എന്ന ചോദ്യത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എന്റെ സഹാബിയും എന്താണോ ചെയ്തത് അത് ചെയ്യുന്നവരെന്നാണ്. നമ്മൾ അവിടെയാണോ ഉള്ളത്, നമ്മൾക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി അതാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഊനി, അല്ലാഹുവിനെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം. അങ്ങനെയാണെങ്കിൽ യുഹ്ബിബുക്കും, അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടും, വയഗ്ഫിർ ലക്കും, അല്ലാഹു നമ്മൾക്ക് പുറത്തു തരും എന്നാണ് അള്ളാഹു തന്നെ വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല കൃത്യമായി അവന്റെ ദീന് പഠിക്കാനും ദുനിയാവിലെയും ആഖിറത്തിലെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും നമ്മൾക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബങ്ങളിൽ പ്രയാസങ്ങൾ നേരിടുന്നവരുണ്ട്, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്, ആരോഗ്യത്തിൽ അതേപോലെ തന്നെ സമ്പത്തിലൊക്കെ പ്രയാസങ്ങളുള്ളവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗത്തിൽ നിന്ന് അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും മോചനം പ്രദാനം ചെയ്യുമാറാകട്ടെ. സമ്പത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മക്കളെ സാലിഹീങ്ങളാക്കി വളർത്താനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീന് കൃത്യമായി പഠിക്കാൻ, ജീവിതത്തിൽ പകർത്താൻ, മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ اللهم أجرنا من النار اللهم أجرنا من النار. أقول قولي هذا أستغفر الله لي ولكم ولجميع المسلمين فاستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين.